വെൽക്കം ടു അനദർ വ്ളോഗ്. ഇനി മുതൽ ഇത് മിനി അല്ലായിരിക്കും, വലിയതായിരിക്കും. ഞാൻ ബിന്നുമറാനുള്ള മുഹമ്മദ് സുൽത്താൻ അൽ കുവാരി റെസ്റ്റോറൻറ്റിലെത്തി. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിപൊളിയാണ്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് ഇവരുടെ കീമയും പൊറോട്ടയുമാണ്. ഞാൻ പുറത്തിറങ്ങി വണ്ടിയിൽ നല്ല അഴുക്കുണ്ടെന്ന് ഞാൻ നോട്ടീസ് ചെയ്തു. പിന്നീട് ഞാൻ ബിന്നുമറാൻ സ്ട്രീറ്റിലൂടെ എൻ്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ കുറുമയും കീമ പിന്നെ ഷച്ചുകയുമായിരുന്നു. നല്ല കട്ടിയുള്ള പൂരിയാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റി. ഈ പൂരി ചൂടോടെ അവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കോഫി നമ്പർ 2 കടന്നു. അലോഷി ഒരു 2 എന്നെ തലയിൽ വെച്ച് അനങ്ങരുത് എന്ന് പറഞ്ഞു. ഞാൻ കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. മാർക്കറ്റിൽ പോകാൻ പുറത്തിറങ്ങിയപ്പോൾ സുനിൽഭായി കണ്ടു. സുനിൽഭായിയുടെ ഈ പച്ചക്കറി തോട്ടത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചു. എനിക്കെല്ലാം സുനിൽഭായി പറഞ്ഞു തന്നു. പിന്നെ ഞാൻ ഉംസലാലിയിലുള്ള ഫിഷ് മാർക്കറ്റിൽ പോയി. ഖത്തറിന്റെ കാലാവസ്ഥയൊക്കെ മാറി വരുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഞാനൊരു ട്രോളി എടുത്തു. നേരെ ഫിഷ് മാർക്കറ്റിനകത്ത് കയറി. നേരത്തെ തന്നെ ഫൈസലേക്കോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പതിവില്ലാതെ ഇവിടെ നല്ല തിരക്കുണ്ട്. ഈ കുലുക്കം കണ്ട് പേടിക്കണ്ട. ഞാൻ ക്യാമറ ഒന്ന് ട്രോളി വെച്ച് നോക്കിയതാണ്. ഞാൻ സൗക്ക് വിന്റർ ഫെസ്റ്റിവൽ കൂടാരം കണ്ടു. അതിന്റെ ഉള്ളിൽ കയറി കുറച്ച് പ്ലാന്റ്സ് ഒക്കെ മേടിച്ചു. ഈ ചെടികളൊക്കെ ഞാൻ എങ്ങനെ ശാലിനെ കൺവിൻസ് ചെയ്ത് വീടിനകത്ത് വെക്കും എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ ഞാൻ വണ്ടിക്കുള്ളിൽ കയറി. ഗ്രോസറി കയറിയപ്പോഴാണ് അറിയാൻ പറ്റിയത് നല്ല ഓഫർ നടക്കുന്നുണ്ട് ഇപ്പോൾ. സോ ഇതിപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു ഡിസംബർ ഫസ്റ്റ് വീക്ക് വരെ കാണുമെന്നാണ് പറഞ്ഞത്. യു വാണ്ട് ടു ഗ്രാബ് ദ ഓഫേഴ്സ് ഫ്രം ഹിയർ, കം ടു ഉംസലാലി ഫിഷ് മാർക്കറ്റ്. പെട്ടെന്ന് എൻ്റെ ഉള്ളിലുള്ള ഗായകൻ പുറത്തു വന്നു. ഞാൻ കുറച്ചുനേരം പാട്ടൊക്കെ പാടി വണ്ടി ഓടിച്ചു. ഉംസലാലിയിൽ നിന്ന് വിട പറഞ്ഞ് ഞാൻ ബിന്നുമറാനിലേക്ക് യാത്രയായി. ഞാൻ വീട്ടിൽ കയറി ഒരു ട്രോളി എടുത്ത് വണ്ടിയുടെ അരികിലേക്ക് പോയി. ഞാൻ ഒരു ചാക്ക് മണ്ണ് മേടിച്ചിട്ടുണ്ട്. ഇതിൽ ചില പ്ലാന്റ്സുകൾ 2-3 ദിവസങ്ങൾക്ക് ശേഷം വലിയ ചട്ടിയിലേക്ക് മാറ്റണം. ഞാൻ കുറച്ചു നേരം ഇരുന്ന് ആലോചിച്ചു. ഈ ഐഡിയ എൻ്റെതായി പോയി. അതുകൊണ്ട് ആരോടും കംപ്ലൈന്റ് പറയാൻ പറ്റില്ല. ഞാൻ പയ്യെ ട്രോളിയൊക്കെ വലിച്ച് വീട്ടിലേക്ക് പോയി. ഷാലിന് ഒരു റോസാപ്പൂ കാണിച്ച് സോപ്പിടാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ആ കാര്യത്തിനും ഒരു തീരുമാനമായി. ഗുഡ് ബൈ.